അങ്ങനെ എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയുടെ ആരവങ്ങളൊക്കെ അവസാനിച്ചു. ഇനി IPL മെഗാ സീസൺ നടക്കാൻ പോവുകയാണ് 2025. ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായ KKR വേണ്ടി കപ്പ് നേടിക്കൊടുത്ത ശ്രേയസ് അയ്യർ ഇന്ന് ടീമിൽ നിന്ന് പുറത്താണ്. ഒരു പുതിയൊരു ടീമിനെയൊക്കെ ബിൽഡ് ചെയ്തു. റിട്ടൻഷനിൽ കൂടെ ചില ആൾക്കാരെയൊക്കെ നിലനിർത്തി. റിങ്കു സിംഗിനെ 13 കോടി കൊടുത്ത് നിലനിർത്തി. വരുൺ ചക്രവർത്തിയെ 12 കോടി കൊടുത്ത് നിലനിർത്തി. സുനിൽ നാരായണനെ 12 കോടി കൊടുത്ത് നിലനിർത്തി. ആൻഡ്രൂ റസലിനെ 12 കോടി കൊടുത്ത് നിലനിർത്തി. അക്ഷത് റാണയെ 4 കോടി കൊടുത്ത് നിലനിർത്തി. രൺദീപ് സിംഗിനെ 4 കോടി കൊടുത്ത് നിലനിർത്തി. എന്നാൽ വെങ്കടേഷ് അയ്യർ പുറത്തേക്ക് പോകുന്നു, ഓപ്ഷൻ വരുന്നു. എന്നാൽ RCB പ്രതീക്ഷിക്കാതെ വണ്ണം വെങ്കടേഷ് അയ്യറിന് വേണ്ടി നിൽക്കുന്നു. വെങ്കടേഷ് അയ്യറിന് എന്ന ഒരു ക്യാപ്റ്റനെ RCBക്ക് ആവശ്യമുണ്ടായിരുന്നു. ഒരു ക്യാപ്റ്റനെ RCB നോക്കുന്ന സമയത്താണ് വെങ്കടേഷ് അയ്യർ പോകുന്നത്. വെങ്കടേഷ് അയ്യറിൻ്റെ സമയം തെളിഞ്ഞെന്ന് പറയാം. നല്ലൊരു ഓപ്ഷൻ അവിടെ നടക്കുന്നു. ഏകദേശം 23.75 കോടി കൊടുത്ത് കൊൽക്കത്ത വെങ്കടേഷ് അയ്യറിനെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഈ 23.75 കോടി രൂപ കൊടുത്തപ്പോൾ ടീമിന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഫിലിപ്പ് സാൾട്ടിനെയും സ്റ്റാക്കിനെ എടുക്കാൻ വേണ്ടിയുള്ള ബഡ്ജറ്റ് അവർ അതിൽ ഇല്ലാതെ പോയി. ഏകദേശം അവർ അതിലുള്ള എമൗണ്ട് ഏകദേശം കഴിഞ്ഞു. പിന്നെ ഒരു പൊന്നുവില കൊടുത്ത സാൾട്ടിനെയോ സ്റ്റാക്കിനെയോ ടീമിൽ നിലനിർത്താൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അങ്ങനെ വെങ്കടേഷ് അയ്യർ എന്ന ക്യാപ്റ്റനിലേക്ക് ടീം ഏകദേശം പോകുമെന്ന് ഉറപ്പിച്ചപ്പോൾ ടീം മാനേജ്മെൻറ്റ് തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരു പ്രഷർ വെങ്കടേഷ് അയ്യറിന് താങ്ങാൻ കഴിയുമോ, അത് വെങ്കടേഷ് അയ്യറിൻ്റെ ഏതെങ്കിലും രീതിയിൽ അത് പെർഫോമൻസിനെ ബാധിക്കുമോ എന്ന് ഭയന്ന് അവർ മോസ്റ്റ് സീനിയർ പ്ലെയറായ അവസാനം ടീമിനൊപ്പം ചേർന്ന രഹാനയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറി വെങ്കടേഷിനോട് പറയുന്നു, ഈ സീസണിൽ രഹാനയുടെ കൂടെ നിൽക്കുക, ടെൻഷനൊന്നും കൂടാതെ ടീമിന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക. അടുത്ത സീസൺ മുതൽ വെങ്കടേഷ് അയ്യറിനെ ക്യാപ്റ്റൻ ആക്കാനാണ് അവരുടെ ഫുൾ തീരുമാനം. ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചോളം ടീമിന് പുറത്തേക്ക് പോകുന്നു. 2014 ശേഷം 2024 ടീമിനൊരു കപ്പ് നേടിക്കൊടുക്കുന്നതിൽ ശ്രേയസ് അയ്യറിൻ്റെ റോളും ഗൗതം ഗംഭീറിൻ്റെ റോളും വലിയ ഇമ്പോർട്ടൻ്റ് റോള് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചോളം സുനിൽ നാരായണൻ എന്ന ബാറ്റ്മാനെ ഓപ്പണിലേക്ക് പറഞ്ഞു വിടാൻ ഗൗതം ഗംഭീറിൻ്റെ റോള് വലിയതായിരുന്നു. അതിൻ്റെ ആ ഒരു പെർഫോമൻസ് സുനിൽ നാരായണൻ തൻ്റെ ബാറ്റ് കൊണ്ട് കാണിക്കാനിടയായി തീർന്നു. ഈ പ്രാവശ്യം അവർക്ക് കപ്പ് അടിക്കണമെങ്കിൽ സുനിൽ നാരായണനും ആൻഡ്രൂ റസൽ പോലെയുള്ള പ്ലെയറിൻ്റെ ആ ഒരു മാച്ച് IPL പെർഫോമൻസ്, പ്രത്യേകിച്ച് ഒരു IPL പ്ലെയർ ആയിട്ടാണ് പറയപ്പെടുന്നത്, ആ ഒരു IPL പെർഫോമൻസ് പുറത്തേക്ക് വരണം. കഴിഞ്ഞ സീസണിൽ ആൻഡ്രൂ റസലിനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 15 ഇന്നിങ്സ് കളിച്ചു, 222 റൺസ്, ഏകദേശം 170-180 പ്ലസ് സ്ട്രൈക്ക് റേറ്റോടെ കളിച്ച് 19 വിക്കറ്റ് റസൽ എടുക്കാനിടയായി. ഏകദേശം നോക്കണം 170-180 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഒരു വ്യക്തി ടീമിന് വേണ്ടി 19 വിക്കറ്റ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ്. അങ്ങനെ അവരെന്തായാലും പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നു. രഹാനയെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷനൊന്നും കൂടാതെ ഈ വർഷത്തെ ക്യാപ്റ്റനാണ്. മുസ്താഖ് അലി ട്രോഫി മുംബൈക്ക് വേണ്ടി നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 5 സെഞ്ചുറിയോളം രഹാന അവിടെ എടുക്കാനിടയായത്. രഹാനെ സംബന്ധിച്ചിടത്തോളം 8 കളി കളിച്ച് 469 റൺസും 5 ഹാഫ് സെഞ്ചുറി നേടാൻ രഹാനയ്ക്കായി. രഹാനെ സംബന്ധിച്ചിടത്തോളം ടീമിന് ഈ പ്രാവശ്യം കിരീടം നേടിക്കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലാണ് സംശയം. ടീമിനെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ ടീമിന് എത്രമാത്രം കപ്പടിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ഇതായിരിക്കും ഇവരുടെ ഒരു പ്രോബബ്ലി പ്ലേയിങ് 11. ഡി കോക്ക്, ഗുർബാസ്. എനിക്ക് തോന്നുന്നു ഗുർബാസിലേക്ക് പോകാനായിരിക്കും ചാൻസസ്. ഗുർബാസും സുനിൽ നാരായണൻ ഒരു വിക്കറ്റ് കീപ്പറും കൂടെയാണ്. രണ്ടാമത് അജിങ്ക്യ രഹാന ക്യാപ്റ്റൻ 3ാം സ്ഥാനത്ത് കളിക്കാനായിരിക്കും ചാൻസ്. അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറായ വെങ്കടേഷ് അയ്യർ 4ാം സ്ഥാനത്ത് കളിക്കും. റിങ്കു സിംഗ് 5ാം സ്ഥാനത്ത്, ആൻഡ്രൂ റസൽ 6ാം സ്ഥാനത്ത് കളിക്കുന്നു. രൺദീപ് സിംഗ് 7ാം സ്ഥാനത്ത്. ഏകദേശം 1-2 ഓവർ ചെയ്യാനും ബാറ്റ് കൊണ്ട് ഒരുവിധം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും രൺദീപ് സിംഗിനാവും. പിന്നെ അവരുടെ അക്ഷിത് റാണയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. എല്ലാവരെയും സംബന്ധിച്ചുള്ള ഒരു പുതുമുഖമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം 2020-ലും ODIയിലും ടെസ്റ്റിലും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചു. അപ്പോഴത്തേന് എക്സ്പെക്റ്റേഷൻ ഈ പ്രാവശ്യം കൂടുതലായിരിക്കും. ആ രീതിയിൽ നല്ലൊരു പെർഫോമൻസ് എന്തായാലും അക്ഷിത് റാണയ്ക്കും കാഴ്ചവെക്കാൻ കഴിയും. പിന്നെ അരോര, പിന്നെ അവർ നോക്കുന്നു വരുൺ ചക്രവർത്തി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ, മിസ്റ്ററി സ്പിന്നറിൻ്റെ ചിറകിലേറിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു കപ്പടിക്കാനിടയായി തീർന്നു. വരുൺ ചക്രവർത്തിയുടെ റോളും വളരെ ഇമ്പോർട്ടൻ്റ് റോളായിരുന്നു. സ്പെൻസർ ജോൺസന് സ്ട്രാക്കിൻ്റെ ആ വിടവ് നികത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയില്ല. സ്ട്രാക്കിനെ സംബന്ധിച്ചോളം സ്ട്രാക്കിന് തുല്യം സ്ട്രാക്ക് മാത്രമേ ഉള്ളെന്ന് തന്നെ പറയണം. ആ ഒരു വിടവ് എന്തായാലും KKRനെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്ത ഒരു വിടവ് തന്നെയാണ്. എന്നാൽ അജിങ്ക്യ രഹാനെ പോയിട്ടുള്ള ഒരു ക്യാപ്റ്റന് ഇന്ത്യയെ പലവട്ടം
നയിച്ച ക്യാപ്റ്റന്, ഓസ്ട്രേലിയയിൽ BGTയിൽ പോയി ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അജിങ്ക്യ രഹാനെ എന്ന് പറഞ്ഞ സീനിയർ മോസ്റ്റ് ക്യാപ്റ്റൻ. വെങ്കടേഷ് അയ്യറിനായാലും അജിങ്ക്യ രഹാനയുടെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. തീർച്ചയായും ഈ ഒരു ടീമിന്, ഏത് ടീമിനെ ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ടീം തന്നെയാണ്. ഇവർക്ക് വേണമെങ്കിൽ ആ കിരീടം ഹോൾഡ് ചെയ്യാൻ കഴിയും. പിന്നെ 2025 ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാൻ രഹാനയ്ക്കും ഈ ടീമിനും കഴിയട്ടെ.